അങ്ങനെയുള്ള രീതികളിലൊക്കെ ഹൃദയ പെരുമാറ്റം അല്ലെങ്കിൽ ഹൃദയമായ പെരുമാറ്റം അതിലെനിക്കൊരു പക്ഷേ രാഷ്ട്രീയ പശ്ചാത്തലത്തിന്റെ ഇപ്പോൾ ബലം എന്താണ് എന്ന് പറയുന്ന ഒരു മനസ്സിലാക്കൽ എനിക്ക് അന്നുണ്ടായി. പക്ഷെ ഇപ്പോ അതല്ല. ഇങ്ങനെയുള്ള വേദികൾ എന്റെ അസാന്നിധ്യത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ വക്താക്കളുടെ അസാന്നിധ്യത്തിൽ നിങ്ങൾക്കുണ്ടാവണം എന്ന് പറയുന്ന പഴയ ഒരു സംസ്കാരം. മിക്കവാറും നാട്ടുപഞ്ചായത്ത് എന്ന് പറഞ്ഞ് ഇപ്പോഴും തമിഴ്നാട്ടിലും നാട്ടുപഞ്ചായത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇതുപോലെ എല്ലാവരും കൂടിയിരുന്ന് ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് തീർത്ത് അതൊരു ചെറിയ വഴക്കിലേക്ക് പോലും പോകാത്ത അവസ്ഥ. പിന്നെ ഇന്ന് സമൂഹത്തിൽ ഒരുപാട് പിശാചുക്കൾ ഇറങ്ങിയിട്ടുണ്ട്. അത് ഈ കഞ്ചാവും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ പിശാചുക്കളാണ്. അതുപോലെ തന്നെ പ്രണയം മൂലം ദുരന്തത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുന്ന ഒരുപാട് ജീവിതങ്ങൾ. ചെറിയ പ്രായമാണ്, കുഞ്ഞുങ്ങൾക്ക് അറിയില്ല, അവർ വഴുതി വീണു. അത് വലിയ ചതിക്കുഴിയാവുന്ന അവസ്ഥകളാണ്. അപ്പോൾ പണ്ട് സർവൈലൻസ് ക്യാമറ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ വയ്ക്കുന്ന ക്യാമറ ഉണ്ടല്ലോ, CCTV, ഇതെന്ന് പറയുന്നത് ഈ ആൽത്തറയിലും അതുപോലെ തന്നെ കലിങ്കം പുറത്ത് വരുന്ന മഹാന്മാരും മഹതികളുമായിരുന്നു അന്നത്തെ സർവൈലൻസ് ക്യാമറ. അവരിന്നേക്ക് പരിചയമില്ലാത്ത ഒരാൾ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനകത്ത് ചിലപ്പോൾ ഒരു മോഷ്ടാവുണ്ടാവും, ചിലപ്പോൾ ഒരു പെൺകുട്ടി അടിച്ചുകൊണ്ട് പോകാൻ വരുന്നവരുണ്ടാവും, ചിലപ്പോൾ ചില അവിഹിത ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിൽ ഏർപ്പെടുന്ന ആളുണ്ടാവും. ഇതൊക്കെ നിരീക്ഷിക്കുന്ന ക്യാമറകളായിരുന്നു ഈ കലിങ്കുംപുറത്തുണ്ടായിരുന്ന സുഹൃത്ത്. ആൽത്തറയുടെ ചുറ്റും കൂടിയിരുന്ന സുഹൃത്ത്. ഇനി രാജ്യത്തിന്റെ ഒരു GDP-യിലേക്ക് വളർച്ചയേകുന്ന GST അടക്കമുള്ള ചില പിരിവ് സമ്പ്രദായങ്ങൾക്ക് പോലും ഇതൊരു വലിയ വേദിയാവും. നമുക്ക് വീട്ടിൽ ഒരു പക്ഷേ ഗ്യാസ് എല്ലാവരും ഉപയോഗിച്ച് അതിന്റെ ഒരു നമ്മുടെ ഹോം ബഡ്ജറ്റ് വീടുകളിലെ ബഡ്ജറ്റിംഗ് ചിലപ്പം നിയന്ത്രിക്കാൻ പറ്റാത്ത അവസരത്തിൽ സമൂഹ അടുക്കളകൾ, കമ്മ്യൂണിറ്റി കിച്ചൺ, ഇതുപോലെ ഈ പ്രദേശത്ത് ഏറ്റവും നന്നായിട്ട് പരിപ്പുവട ഉണ്ടാക്കുന്ന ഒരു അമ്മയ്ക്ക് ആ അവസരം കൊടുത്തു. അത് ഒരു 5 രൂപയ്ക്കോ 10 രൂപയ്ക്കോ ഒരു വട കിട്ടുമെങ്കിൽ അത് ബില്ല് ചെയ്ത് വാങ്ങിക്കുക. ഇന്നിപ്പോ GST ഒക്കെ ഇങ്ങനെ വെട്ടിമുറിച്ച് ഒരു താഴെ അറ്റത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്ന അവസ്ഥയിൽ അവരുമൊക്കെ GST കളക്ട് ചെയ്ത് ഈ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് പങ്കുചേരുന്ന ഒരവസ്ഥയുണ്ട്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇതുപോലുള്ള വേദികളുണ്ട്. ഇനി ഇതിനടുത്തൊരു ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ചെറിയ ഫുട്ബോൾ ഗ്രൗണ്ടോ ക്രിക്കറ്റ് ഗ്രൗണ്ടോ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ അവിടെ നടക്കും. ഈ സമയത്ത് വീടുകളിലൊക്കെ ആരും കയറി നമ്മളെ മുകളിൽ തട്ടിക്കൊണ്ടു പോകാതെ കാക്കുന്ന ഒരു പട അവിടെയും ഉണ്ടാവണം. അല്ല, സാമൂഹിക ചുറ്റുപാടുകളിൽ നെഗറ്റിവിസം എന്ന് പറയുന്നത് നമുക്ക് എടുത്ത് കളയാൻ പറ്റുന്ന എല്ലാം ഇപ്പൊ ഞാൻ സംസാരിച്ച് വന്ന വഴിയെ വന്ന കാര്യങ്ങളെല്ലാം അതുപോലെ നിങ്ങൾക്കും ചിന്തിച്ചാൽ കിട്ടുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്. ഇത് നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കണം. പ്രധാനമായിട്ടും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൗഹൃദം. അതിന്റെ എളിമയോടായാലും നൈർമല്യത്തോടെ ആയാലും നമുക്ക് വളർത്തിക്കൊണ്ടു പോകാൻ സാധിക്കും. അതുപോലെ തന്നെ ശത്രുതയിലേക്ക് വഴുതി വീഴാവുന്ന ആ ശത്രുതയുടെ വിവിധ തലങ്ങൾ, ഒരുപക്ഷെ തല്ലും, പിന്നെ അത് വെട്ടും കുത്തും കൊലപാതകവും, അങ്ങനെയൊക്കെ ഒരു സ്പർദ്ധ എന്ന് പറയുന്നത് ഒരിക്കലും തിരുത്താൻ പറ്റാത്ത അതിരുകൾ കടന്നു പോകുന്ന ഒരവസ്ഥ ഒഴിവാക്കുന്നതിനൊക്കെ ഈ സൗഹൃദ സദസ്സുകൾ അല്ലെങ്കിൽ സംഗമങ്ങൾ ഒരുപാട് സഹായിക്കും. ഒരു നാടിന്റെ തനത് സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും എല്ലാം അതീതമായിട്ട് നമുക്ക് ഒരുപാട് സംസാരിച്ച് ഒരു മൈക്ക് വെച്ചൊന്നുമല്ല, ഇങ്ങനെ കൂടിയിരുന്ന് ഇവിടെ തന്നെ ഒരു 5-10 പേരുടെ ഗ്രൂപ്പുകളായി മാറിയും തിരിഞ്ഞും ഒക്കെ നിന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ, ചിലർക്ക് ചില സഹായങ്ങൾ ആവശ്യമായിട്ട് വരും. അതെല്ലാവരും കൂടി ഒത്തുകൂടി
തന്നാൽ കഴിയുന്നത് ചെയ്ത് അങ്ങനെയൊക്കെയുള്ള പങ്കുവയ്ക്കൽ, വേദന, സന്തോഷം മാത്രമല്ല വേദനയും പങ്കുവയ്ക്കുക എന്ന് പറയുന്ന അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കും. പ്രധാനമായിട്ടും ചില വേലിത്തർക്കങ്ങൾ, ചില വഴിത്തർക്കങ്ങൾ, അതൊക്കെ വളരെ സൗഹൃദ അന്തരീക്ഷത്തിൽ ഒരു ചായയും വടയും ഒക്കെ ആയിട്ട് നമുക്ക് വളർത്തിക്കൊണ്ടുപോകാൻ സാധിക്കും. അത് മാത്രമാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഇവിടെ ഒരു സന്നദ്ധതയുടെ പുറത്ത് വരാൻ തയ്യാറാവുന്ന ഏതെങ്കിലും മന്ത്രിമാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർമാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇവിടെ വന്നിരുന്ന് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ നിങ്ങളോട് പറയും. നിങ്ങളുടെ കാര്യസാധ്യത്തിന് തടസ്സമാകുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ വന്നുവെന്ന് പറയാം. ഇവിടെ വന്നുവെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് എന്താണ് കൂട്ടായ ഒരു നടപടിയെടുക്കുന്നത്. ഇപ്പൊ എനിക്ക് നാട്ടിക പഞ്ചായത്തില് എനിക്ക് 2 പ്രോജക്റ്റിന് എന്റെ അടുത്ത് അപേക്ഷ ഏതാണ്ട് 6 മാസം 7 മാസം വൈകിക്കുകയാണ്. ഞാൻ എന്റെ ഒരു സവിശേഷത വെച്ച് ഞാൻ അവർക്ക് പന്തല് കെട്ടി സമരം ഇരിക്കുമെന്ന് പറഞ്ഞിടത്താണ് ഇപ്പോൾ ആ ഫയലുകളൊന്നും വേഗത്തിലാവാണ്. ഇതിന് ചിലപ്പം പ്രാപ്തിയില്ലാത്ത തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധി ഉണ്ടാവും. ആ പ്രതിനിധി ഇവിടെ വന്നിരുന്നു നിങ്ങളോട് പറയട്ടെ, ഞാൻ എന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 5 ലക്ഷം കൊടുക്കാൻ തയ്യാറാണ്, അവരത് സാധിച്ചു തരുന്നില്ല എന്ന് ഉപഭോക്താക്കളായ നിങ്ങളോട് ഉത്തരവാദിത്വമുള്ള ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി പറയുമ്പോൾ നിങ്ങളുടെ അറിവിലേക്ക് എത്തിയാൽ നിങ്ങൾക്ക് കൂട്ടായിട്ട് നിങ്ങളുടെ അവകാശത്തിന് വേണ്ടി സമരം ചെയ്യാൻ സാധിക്കും. അതും ഈ സംഗമത്തിലൂടെ സാധ്യമാണ്. ഇതിനകത്ത് ഒന്നും രാഷ്ട്രീയം കാണാനില്ല. ഒരു മാർക്സിസ്റ്റ് പ്രതിനിധി, ജനപ്രതിനിധിയാണ് വന്നിരുന്ന അദ്ദേഹത്തിന്റെയോ ആയ്മയുടെയോ ആവലാതി പറയട്ടെ. നമുക്ക് നിങ്ങളുടെ ലഭ്യതയ്ക്കാണ് മുട്ടുണ്ടാകുന്നതെങ്കിൽ നിങ്ങൾ അതിന് പോംവഴി കണ്ടെത്താൻ ആ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുടെ കൂടെ നിങ്ങൾ നിൽക്കണം. അത് ഏത് പാർട്ടിയും കിട്ടാൻ. ഇതൊക്കെ ഇതുപോലെയുള്ള സദസ്സുകളിൽ ഇല്ലെങ്കിൽ മൈക്ക് കെട്ടി വെച്ച് അവരെന്ന് പറയും, അതിന്റെ ക്യാപ്സ്യൂളും വിഴുങ്ങിക്കൊണ്ട് വന്ന് അതിന് മറുപടി പറയുന്നവർ നിങ്ങളെ വഴിതെറ്റിക്കും, നിങ്ങളുടെ ലഭ്യത ഇല്ലാതെ. ഇതാവുമ്പോ പാർലമെന്റിലൊക്കെ ഇരുന്ന് നുണ പറയാൻ പറ്റത്തില്ല, എഴുന്നേറ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഓൺ റെക്കോർഡാണ്, അവിടെ റെക്കോർഡ് ചെയ്യപ്പെടും. നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഉത്തരം പറയേണ്ടി വരും എന്ന് പറയുന്ന അവസ്ഥ ഇവിടെ പബ്ലിക്കായിട്ട് നമ്മൾ എക്സ്പോസ് ചെയ്യും. ഇന്ന പഞ്ചായത്തിലെ ഇന്ന സെക്രട്ടറി ഇതിന് കല്ലെടുത്ത് വെച്ചിരിക്കുന്നു. ആ സെക്രട്ടറിയെ കൊണ്ട് ഒപ്പിടിയിക്കുന്ന തരത്തിലേക്ക് സമൂഹത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നതിനുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ അതിന്റെ വിവരശേഖരണം പങ്കുവച്ച് ഒരുപക്ഷെ പകർന്നെടുക്കുന്ന വേദിയും ഈ കലിംഗ സമ്മേളനത്തിന്, സൗഹൃദ സംഗമത്തിന് സാധിക്കും. ഇനി എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഇത് ആദ്യത്തെ പരിപാടിയാണ്. ഞാനിതിന് ആദ്യം പേരിട്ടത് തന്നെ എനിക്ക് കായൽ സമ്മേളനം ഭയങ്കര അസ്ഥിക്ക് പിടിച്ച ഒരു കാര്യമാണ്. ഇത് കലിംഗ സമ്മേളനം എന്നാണ് ഞാൻ ആദ്യം പേരിട്ടത്. പക്ഷെ സമ്മേളനം എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഒരു രാഷ്ട്രീയത്തിന്റെ അംശം വരുന്നത് കൊണ്ടാണ് കലിംഗൻ പുറത്തെ സൗഹൃദം. അതിപ്പോ നമ്മൾ ആൽപ്പറയാലും ശരി തന്നെ അങ്ങനെ വിചാരിച്ചാൽ മതി. കലിംഗായിരുന്നു പണ്ടത്തെ ഒരു ലിവിങ് കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രദേശത്തെ വാസികളുടെ മുഴുവൻ അവർക്ക് കരുതൽ, കാവൽ ഒരുക്കിയിരുന്നത് കലിംഗുകളാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കലിംഗെന്ന് പറയുന്ന കാഴ്ച അത്ര സന്തോഷിപ്പിക്കുന്നെങ്കിലും പഴയ കാഴ്ചകളും അതുപോലെ അവിടെ ഒരുപാട് സംഗമങ്ങളും സുഹൃത്തുക്കളും ഒത്തുകൂടുന്നതും ചില തല്ലൊക്കെ അവിടെ ഉണ്ടാവും. ആ തല്ല് നമുക്ക് വേണ്ട, നമുക്ക് സൗഹൃദം മാത്രം വളർത്തുന്ന കലിംഗ് സംഗമങ്ങൾ ഒരുപാട് ഉണ്ടാകണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ. ഇതിന് തൊട്ടടുത്ത കാര്യം അങ്ങനെ തൃശ്ശൂരിലെ കലിംഗുകളും ഞാൻ ഇങ്ങെടുത്തു. ഈ ചടങ്ങിവിടെ ഉദ്ഘാടനം ചെയ്യേണ്ടത് ദേവേട്ടനത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ കേരളത്തിൽ ഇതൊരു ട്രെൻഡായി മാറുകയാണെങ്കിൽ ആ ട്രെൻഡ് ഈ മണ്ണിന്റെ തന്നെ പറഞ്ഞാണ് രാമുക്കാരിയ സാറിന്റെ അനന്തരവനുമാണ് മരുമകനും. അപ്പൊ
ദേവേട്ടന് ഇതൊന്ന് ഐശ്വര്യപൂർണ്ണമായി പറഞ്ഞു വയ്ക്കാൻ ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സന്തോഷം ഉണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി സുരേഷ് ഗോപി പറഞ്ഞതുപോലെ നമ്മൾ മന്ത്രിയാണ്. ഒളിച്ചോടാൻ ശ്രമിക്കരുത്. അത് നിങ്ങൾ ബഹുമാനപ്പെട്ട ഭാരതത്തിന്റെ ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രിയാണ്. സാധാരണ കാണാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഞാനിപ്പോ സുരേഷ് ഗോപി എന്ന് വിളിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ അത് ഈ മന്ത്രി എന്ന സ്ഥാനം ഞാൻ മാറ്റിവെച്ചിട്ട് ഞങ്ങൾ തമ്മിലുള്ള വേറെ ബന്ധം സുരേഷിനെ ഞാനാണ് വിളിക്കുന്നത്. അപ്പോൾ സുരേഷ് വന്നിട്ട് ഇവിടെ വന്നപ്പോൾ എനിക്കിത് അറിയില്ലായിരുന്നു എന്താണ് ഇവിടുത്തെ പ്രോഗ്രാം എന്ന്. എനിക്ക് ഒന്നും അറിയില്ല. സുരേഷ് ഗോപി വിളിച്ചു, ഉടനെ ഞാൻ വന്നു, അത്രയേ ഉള്ളൂ. വന്നപ്പോൾ ഞാൻ അറിഞ്ഞത് ഇത് സൗഹൃദ വേദിയാണ്, സൗഹൃദ സമ്മേളനമാണെന്ന് കേട്ടു. പക്ഷേ സിനിമയിൽ ഞങ്ങൾ അത്ര സൗഹൃദത്തിലല്ല. സുരേഷ് ഗോപി നായകനും ഞാൻ വില്ലനുമായിട്ടാണ് സാധാരണ കണ്ടുകിട്ടാറ്. ഒരു പടത്തിലാവും ജനാധിപത്യം എന്ന സിനിമയില് സുരേഷിന്റെ കാൽ തല്ലൊടിക്കുന്ന ഒരാളാണ് ഞാൻ. ആ സമയത്ത് സുരേഷ് ഗോപി പറയും, ഞാനിവിടെ അധികാരത്തിൽ വരും. ആ വാക്ക് അദ്ദേഹം പാലിച്ചു. അദ്ദേഹം സിനിമയില് അന്ന് തന്നെ ചീഫ് മിനിസ്റ്റർ നായനാർ, ആർ.ഡി. നായനാർ എന്ന് പറയുന്ന രാമദേവ നായനാർ. അവ രാമദേവ നായനാറെ ഉണ്ടാക്കിയത് ഈ ദേവൻ എന്ന അപ്പോ അത് ഞങ്ങളുടെ സത്യതയാണ്. പക്ഷെ ഇവിടെ ഇരിക്കുമ്പോൾ അതിനുശേഷം ഞാൻ കുറെ അടിച്ചിട്ടുണ്ട്. അതിനുശേഷം ക്ലൈമാക്സിൽ ഇദ്ദേഹം എന്നെ ഇടിച്ച് പരപ്പളക്കി എന്നങ്ങ്. അപ്പൊ അതൊക്കെ സുരേഷിനോട് കാണുമ്പോ പിന്നെ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് ഒരുപാട് പടങ്ങളിൽ ഞങ്ങൾ തമ്മിൽ അടികൂടിയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ഇതില് പിന്നെ സുരേഷ് ഗോപി പറഞ്ഞു, ഇത് ഒരു രാഷ്ട്രീയം പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയം വരികയാണെങ്കിൽ എതിരാണെന്ന് പറയാം, സാന്ദർഭികമായിട്ട് വരികയാണെങ്കിൽ പറയാം എന്നല്ലേ. ഓക്കെ, ഞാനിവിടെ രാഷ്ട്രീയം പറയുന്നൊന്നുമില്ല. കാരണം ഞാൻ കക്ഷി രാഷ്ട്രീയം പറയുന്നില്ല. പക്ഷെ രാഷ്ട്രീയം ഞാൻ പറയുന്നു. കക്ഷി രാഷ്ട്രീയവും രാഷ്ട്രീയവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഇവിടെ ഈ നടക്കുന്നത് രാഷ്ട്രീയമാണ്, കക്ഷി രാഷ്ട്രീയമല്ല. ഏതെങ്കിലും പാർട്ടിയുടെ നിരത്തിൽ ഒന്നുമല്ല. ഇവിടെ ജനങ്ങളുടെ ഒരു സൗഹൃദമായ ഒരു സമ്മേളനം ഉണ്ടാക്കുക. ഇവിടുത്തെ വികസനത്തിന് എല്ലാവരും അവിടെ ജാതി മത ഭേദമന്യുള്ള ഒരു സമ്മേളനം, ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കുക. വളരെ നൂതനമായ ഒരു കോൺസെപ്റ്റാണ് സുരേഷ് ഗോപി ഇപ്പൊ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അത് വേറെ ഒരു ഇന്ന് പാർട്ടി എന്ന് പറയുന്നില്ല, വേറെ ആരും അത് ഇതുവരെ കാണാത്ത ഒരു പുതിയ പണ്ടത്തെ സംസ്കാരത്തിലേക്ക്, പണ്ടത്തെ നമ്മുടെ ഗ്രാമീണ ശീലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു വലിയൊരു സംസ്കാരത്തിന്റെ തുടക്കമാണ് സുരേഷ് ഗോപി ഇന്നിവിടെ അവതരിപ്പിച്ചത്. ആ തുടക്കത്തിന് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം വലിയൊരു വിജയം കേരളത്തിൽ ഒട്ടാകെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു എന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ രണ്ട് വാക്കുകൾ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഇന്ന് നമ്മൾ ഇന്ത്യ, ഭാരതം എന്ന് പറയുന്ന രാഷ്ട്രം ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് വലിയൊരു പ്രശ്നത്തിലായിരുന്നു. അറിയാം, നമ്മുടെ ട്രംപിന്റെ ഫോഴ്സ്നെസ് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ലോകത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ഇന്ത്യക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കാണുന്നത് ഇത് പണ്ടത്തെ ഇന്ത്യയല്ല. പണ്ടത്തെ ഇന്ത്യ അല്ല ഇത് മാറിയിരിക്കുന്നു.
അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ട്രംപ് പോലെയുള്ള അല്ലെങ്കിൽ അമേരിക്ക പോലെയുള്ള വളരെ ശക്തമായ ഒരു ലോകത്തെ തന്നെ കൺട്രോൾ ചെയ്യുന്ന എന്തും നശിപ്പിക്കാൻ പോകുന്ന തക്ക വിധത്തിലുള്ള ശക്തിയുള്ള ഒരു രാഷ്ട്രത്തെ ഇന്ന് ഭാരതം പിടിച്ചു നിർത്തിയിരിക്കുന്നു. അത് നമ്മുടെ പ്രൈം മിനിസ്റ്ററാണ്. ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാതെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഭാരതത്തിന്റെ കാര്യം അന്വേഷിക്കാനായിട്ട് ഭാരതം മതി, നിങ്ങളുടെ ആവശ്യമില്ലാന്ന് തുറന്നു പറയാൻ ശക്തമായ ധൈര്യമുള്ള ഒരു നേതാവ് നമുക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് അതൊന്ന്. രണ്ടാമത്തത്, ഇപ്പോ ഇവിടെയൊക്കെ നമുക്ക് അറിയാലോ, ഈ ഒരു ഇപ്പോ ഇസ്രയേല് ഇന്നലെ ദോഹയില് ഒരു ബോംബിട്ടു. അതിന് ഈ ഹമാസിന്റെ നേതാക്കന്മാര് തങ്ങിയിരിക്കുന്ന അവിടേക്കുള്ള ഒരു ബോംബിട്ടു. അപ്പൊ ഇന്ന് നമ്മുടെ പ്രൈം മിനിസ്റ്റർ അതിനെ അപലപിച്ചുകൊണ്ട്, ഇസ്രയേലിനെ അപലപിച്ചുകൊണ്ടുള്ള ഒരു സന്ദേശം അയച്ചു. അതായത് നമ്മൾ ആരുമായിട്ട് കൂട്ടിച്ചേരില്ല. സത്യം എവിടെയുണ്ടോ, നന്മ എവിടെയുണ്ടോ, മര്യാദ എവിടെയുണ്ടോ അവിടെ ഇന്ത്യ ഉണ്ടാവുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിട്ടുള്ള നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ ഒരു പ്രഖ്യാപനമാണ്. അത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതാണ്. ഇവിടുത്തെ ശരിക്കും പറയുകയാണെങ്കിൽ ആ പ്രഖ്യാപനം ഞാൻ ഇന്നലെ പത്രങ്ങൾ വായിച്ചപ്പോ അതിനത്ര പ്രാധാന്യം പത്രക്കാർ കൊടുത്തിട്ടില്ല. ഈ ഇസ്രായേൽ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞ ആ വാർത്ത നമ്മുടെ പ്രൈം മിനിസ്റ്റർ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ജി പറഞ്ഞ ആ വാർത്ത നമ്മുടെ മാധ്യമങ്ങൾ അത്ര അങ്ങോട്ട് കാര്യമായിട്ടുള്ള ഒരു പ്രചരണം അതിന് കൊടുത്തിട്ടില്ല. അത് കൊടുക്കേണ്ടതാണ് വസ്തുത്തിൽ. ഇതിനകത്ത് നിങ്ങളൊരു രാഷ്ട്രീയം കാണരുത്. ഇത് നമ്മുടെ പ്രൈം മിനിസ്റ്ററാണ്, നമ്മുടെ രാഷ്ട്രമാണ്. അവിടെ നമുക്ക് ഒരു രാഷ്ട്രത്തിനോടും വിധേയത്വമില്ല. തെറ്റ് ചെയ്ത ഒരു രാഷ്ട്രമാണെങ്കിൽ തെറ്റ് എന്ന് പറയാനുള്ള ധൈര്യം ഭാരതത്തിനുണ്ട് എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സന്തോഷകരമായ ഒരു പ്രതീക്ഷയുള്ള ഒരു സമയത്തിലേക്ക് പ്രതീക്ഷ ഉള്ള വലിയൊരു ഭാവിയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മുടെ പ്രൈം മിനിസ്റ്ററെ ഞാൻ ബിഗ് സല്യൂട്ട്, എല്ലാവരും കൂടി ഒരു ബിഗ് സല്യൂട്ട് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നിങ്ങൾ സുരേഷ് ഗോപി പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സമ്മേളനം ഈ കോൺസെപ്റ്റ് കേരളത്തിലൊട്ടാകെ ഉണ്ടാവട്ടെ. അവിടെ ഞാൻ എവിടെയൊക്കെ വേണമെന്ന് സുരേഷോ അല്ലെങ്കിൽ ഇതിന്റെ സംഘാടകർ പറയുകയാണെങ്കിൽ ഞാനത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടാവും. അതുകൊണ്ട് എല്ലാ നന്മകളും നേരുന്നു. ഇനി ബാക്കി ആർക്കും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. നാട്ടുകാരനാണോ? നാട്ടുകാർ സംസാരിക്കും. ഞാൻ ഇവിടുത്തെ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്, ഞാൻ വേദനയോട് പറയാനുള്ളത്, ഒരു 4 മാസത്തോളമായി ഇപ്പോ എനിക്ക് മന്ത്രി വന്നറിഞ്ഞ് ഫുള്ള് മനക്കടി ഓടി വെള്ളം കയറി യാത്ര ചെയ്യാൻ കഴിയാതെ ഇരിക്കുന്ന ഒരു കണ്ടീഷനായിരുന്നു. കുപ്പാറ്, പെരുങ്ങോട്ടര ഈ ഏരിയയിലുള്ള എല്ലാ യാത്രക്കാരും മന്ത്രിമാരും വന്നിരുന്നില്ല, MLA വന്നിരുന്നു. കളക്ടർ ഇതിലെ പോയിരുന്നു. ഇതെല്ലാം കണ്ട ഒരു വഴിയാണ്. ഈ വഴിയിൽ വെള്ളം കയറി യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വന്നപ്പോൾ നമ്മൾ മുട്ടാത്ത വാതിലുകളില്ല.
എംപിയിലേക്ക് വരാൻ സാധിച്ചില്ല. മറ്റുള്ള എല്ലാ വാതിലുകളും മുട്ടി. ഇന്ന് വരും അതിനൊരു പരിഹാരം കാണാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. പൊളിറ്റിക്സ് ആയിട്ടൊന്ന് പറയുകയല്ല, അത് ആരും പൊളിറ്റിക്സ് ആയിട്ട് ചിന്തിക്കും വേണം. ഇതിനൊരു പരിഹാരം വേണമെന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ വെള്ളം കയറിയാൽ താമസിക്കാനായിട്ട് ഒരു ഇടമുണ്ടായിരുന്നു. അതിന് ആശ്വാസ കേന്ദ്രം എന്നാണ് പറയുക. ഇവിടെ പുള്ള് ഗ്രാമത്തില് വെള്ളം കയറൽ ഒരു പതിവ് പ്രക്രിയയാണ്. ഈ വെള്ളം കയറുമ്പോൾ ഈ ആശ്വാസ കേന്ദ്രത്തിൽ വന്നിട്ടാണ് ആൾക്കാർ തങ്ങിയിരുന്നത്. 4 വർഷമായിട്ട് ഈ ആശ്വാസ കേന്ദ്രം പൊളിച്ച് ഇരിക്കുകയാണ്. ഇതുവരെ അതിന്റെ പണി പൂർത്തിയായിട്ടില്ല. നാളെ പൂർത്തിയാവും, മറ്റന്നാൾ പൂർത്തിയാവും എന്ന് പറഞ്ഞുകൊണ്ട് കുറെ നാളായി. അതിനും ഒരു പരിഹാരം കാണാം. ഈ 2 കാര്യമാണ് എനിക്ക് നാട്ടുകാരനെന്ന നിലയ്ക്ക് പുള്ളുകാരനെന്ന നിലയ്ക്ക് പറയാനുള്ളത്. ഇതിനെ സംബന്ധിച്ച് ഇവിടെ പത്രക്കാരുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു പത്രക്കാരനെങ്കിലും വിളിച്ചിട്ട് പോയി എന്നുള്ളത് കളക്ടറോട് നിന്ന് സംസാരിക്കും. ഇതൊരു എം പിക്ക് ചെയ്യാൻ പറ്റുന്ന പരിധിയിൽപ്പെടുന്ന കാര്യമാണ്. കാരണം എല്ലാത്തിലും നിയമങ്ങളും അതിന്റെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള നിയമാവലികൾ അതിനകത്ത് എം പിക്ക് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? കാരണം ഈ റോഡൊന്ന് ഉയർത്തി പണിയാൻ എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ 1 കോടി തരാം, MLA 1 കോടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞൊരു പദ്ധതിയുമായിട്ട് വന്നാൽ ഇല്ല, അത് ചെയ്യാനൊക്കത്തില്ല. എം പിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അത് കൊടുക്കാൻ പാടില്ല എന്ന് അവിടെ ഒരു പേപ്പർ വരും. ഇത് അങ്ങോട്ട് ആവശ്യപ്പെട്ട് തിരിച്ചൊരു പേപ്പർ വരുമ്പോഴത്തേക്ക് ഏതാണ്ട് 6 മാസം. അപ്പൊ ഇതെങ്ങനെയാണ് നടപ്പിലാക്കിയെടുക്കാൻ പറ്റുന്നതെന്ന് നമ്മൾ അന്വേഷിക്കും. പഞ്ചായത്തിന് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വമുണ്ടെന്ന് വെക്കണം. ഞാൻ വളരെ ഓപ്പണായിട്ട് രാഷ്ട്രീയം തന്നെ പറയുന്നു. ഇതെന്റെ രാഷ്ട്രീയ കക്ഷി ഭരിക്കുന്ന പഞ്ചായത്താണെങ്കിൽ ഞാൻ ഇപ്പൊ കുറിച്ചു നോക്കുന്നു. ഇത് ദേവേട്ടൻ പറഞ്ഞ രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയത്തെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. എന്റെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ് ഉള്ളതെങ്കിൽ ഞാൻ വിളിച്ചു, ഇപ്പൊ വിളിച്ചു. ഇല്ലെങ്കിൽ നിങ്ങൾ തെരഞ്ഞെടുത്ത നാട്ടുകാർ തന്നെ കൂട്ടമായി വിളിച്ചു. അതാണ് വേണ്ടത്. ഇതാണ് അതിന്റെ പരിഹാര വഴിയിലുള്ള ഏക മാർഗം. ഇത് മാത്രമാണ് അവർ ചെയ്യണം. അവരത് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഏത് പഞ്ചായത്ത് പ്രസിഡന്റ് വരണമെന്ന് നിങ്ങൾ ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അങ്ങ് തീരുമാനിച്ചാൽ മതി. പ്രശ്നം കഴിയുന്നില്ല. ഉദാഹരണം കൂടെ പറയാം. ഇതിനടുത്ത് തന്നെയാണല്ലേ കമാൻഡർ? അവിടെ ഞാൻ വെള്ളക്കെട്ടിൽ കയറി പറഞ്ഞ സ്ഥലത്ത് വന്ന ഓർമ്മയുണ്ടല്ലോ. അവിടത്തെ വെള്ളത്തിലാണ് വന്നത്. അന്ന് അവിടെ വെച്ച് പറഞ്ഞതെന്താ? ഇതിനെത്രയാണ് ഇതിന്റെ സ്ലൂസ് സ്ക്രിപ്റ്റിന് വേണ്ടത്? 43 ലക്ഷം അനുവദിച്ചിരിക്കുകയാണ്, പക്ഷെ നടക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ അന്ന് പറഞ്ഞു 43 അല്ല 50 ലക്ഷമായാലും ഞാനിത് എന്റെ MP ഫണ്ടിൽ നിന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അതെന്തുകൊണ്ട് നടപ്പിലായില്ല? ആ പ്രദേശത്തുള്ളവർക്കറിയാം. അത് അന്വേഷിക്കണം. അത് കഴിഞ്ഞപ്പോ പിന്നെ MLAയുടെ നേരത്തെ പാസ്സായി എന്ന് പറയുന്ന തുകയിൽ നിന്ന് തന്നെ അത് ചെയ്തു കൊള്ളാം എന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് തുടക്കമെങ്കിലും കുറിച്ച് അത് ഒരു 10% അതിന്റെ പണി തുടങ്ങിയോന്ന് നിങ്ങൾ പോയി അന്വേഷിക്കും. എന്നിട്ട് പിന്നെന്താ നാട്ടുകാർ പിന്നെ എന്നെയും വിളിച്ചുകൊണ്ട് ആ കളക്ടറെടുത്ത് പോകാനായിട്ട് വരാത്തത്? എനിക്കതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ എനിക്ക് അവിടെ പോയി കല്ലെറിയാനും കരിയോയിൽ ഒഴിക്കാനും ഒന്നും എനിക്ക് പറ്റില്ല. അതെന്റെ സംസ്കാരമാണ്. കേട്ടോ, ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റിയിലും ഞാൻ പഠിച്ച കോളേജിലും ആ പണി ചെയ്തിട്ടില്ല. ഞാൻ SFIക്കാരനായിരുന്നു. ഞാൻ ഈ കരിയോയിൽ ഒഴിക്കാനും പിന്നെ അധ്യാപകരെ ഒന്നും പറഞ്ഞു വയ്ക്കാനും ഒന്നും പോയിട്ടേ. അപ്പൊ അതല്ല മാർഗം.
മാർഗം ജനതയ്ക്ക് വോട്ട് ചെയ്യുന്നിടത്ത് അവരുടെ ഉത്തരവാദിത്വം തീരുന്നില്ല. ഞാൻ അതാണ് പറഞ്ഞത്, ഈ കലിംഗ സമ്മേളനത്തിൽ നിങ്ങൾ തീരുമാനമെടുക്കണം. എന്നിട്ട് നിങ്ങൾ തെരഞ്ഞെടുത്ത പഞ്ചായത്ത് മെമ്പറോട് ചോദിക്കണം, ഞങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ കക്ഷി ഭരിക്കുന്ന പഞ്ചായത്തിൽ ഞങ്ങളെ നയിച്ച് മുന്നിൽ വന്ന് നിൽക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കണം. കാരണം ഇനി ജനങ്ങളുടേതാവണം രാഷ്ട്രീയം, നിങ്ങളുടെ ജീവിത രാഷ്ട്രീയമാവണം നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന രാഷ്ട്രീയം. അത്രയും നിങ്ങൾ ചിന്തിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഓരോ 5 വർഷം കഴിയുമ്പോഴും നമ്മൾ പാതകം ചെയ്തു പോയി എന്ന് മാത്രമേ പറയാൻ. ഓരോ 5 വർഷം കൂടുമ്പോൾ അത് ഏത് തെരഞ്ഞെടുപ്പാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശങ്ങൾ ലഭിക്കുവാൻ വേണ്ടി വാതാടുന്ന, അത് സാധിച്ചു തരുന്ന ഒരാളെ തെരഞ്ഞെടുക്കുന്നിടത്ത് നിങ്ങളുടെ ജോലി തീരുന്നില്ല. ആ തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക് രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതിന് അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് അത് നിവാരണം ചെയ്യുന്നതിനും പരിഹാരം കാണുന്നതിനുമുള്ള പ്രവർത്തന മനസ്സ് ജനങ്ങൾക്കുണ്ടാവണം, വോട്ട് ചെയ്യുന്നവർക്കും. കടലിന്റെ മുഖത്തെ